Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിച്ചത് ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ആൻഡ് ബ്ലഡ് പ്രോട്ടീൻസ് ആണ്. Okay, Husna, what are the biologically important proteins? Okay. Adilya, what are the blood proteins? Okay, good. Okay. ഇത്രയാണ് ഇന്നലെ പഠിച്ചത്. Okay, അടുത്ത ഹെഡിങ് കൊടുക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. Okay. In that, first A classification കൊടുക്കാം. ഹെഡിങ് കൊടുക്കാം. Based on chemical properties. Based on chemical properties എന്ന് കൊടുക്കാം. അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ അനുസരിച്ചിട്ട് അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ നോൺ പോളാർ അമിനോ ആസിഡ്സ്. നോൺ പോളാർ അമിനോ ആസിഡ്സ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഗ്ലൈസിൻ, സെക്കൻഡ് വൺ അലാനിൻ, അലാനിൻ, third one valine, valine, next one leucine, next one isoleucine, isoleucine, last one methionine, methionine. എന്നോട് പറയാം ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നോൺ പോളാർ അമിനോ ആസിഡ്സ്. എക്സാമ്പിൾസ് ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, leucine, isoleucine and methionine. Then അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പോളാർ, പോളാർ അമിനോ ആസിഡ്സ്. പോളാർ, അതിന് എക്സാമ്പിൾസ് സെറിൻ, സെറിൻ, സെക്കൻഡ് വൺ ത്രിയോണിൻ, തേർഡ് വൺ സിസ്റ്റൈൻ, നെക്സ്റ്റ് വൺ പ്രോലിൻ, നെക്സ്റ്റ് വൺ ആസ്പെർജിൻ, ലാസ്റ്റ് വൺ ഗ്ലൂട്ടാമിൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പോളാർ അമിനോ ആസിഡ്സ് ആണ്. എക്സാമ്പിൾസ് സെറിൻ, ത്രിയോണിൻ, സിസ്റ്റൈൻ, പ്രോലിൻ, ആസ്പെർജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അരോമാറ്റിക്, അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഫീനൈൽ അലാനിൻ, ഫീനൈൽ അലാനിൻ, second one tyrosine, tyrosine, last one tryptophan, tryptophan. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അരോമാറ്റിക് ആണ്. എക്സാമ്പിൾസ് ഫീനൈൽ അലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. Then fourth classification positively charged, positively charged. Examples lysine, second one arginine, arginine, third one histidine, histidine. അതായത് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. എക്സാമ്പിൾസ് ലൈസിൻ, ആർഗിനിൻ, ഹിസ്റ്റിഡിൻ. ദെൻ ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ, അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ നെഗറ്റീവ്ലി ചാർജ്ഡ്, നെഗറ്റീവ്ലി ചാർജ്ഡ്.
Examples: aspartic acid, second one glutamic acid. അതായത് അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എക്സാമ്പിൾസ് aspartic acid and glutamic acid. Next, B classification. Heading: based on nutritional requirements. Okay, already പഠിച്ചതാണ് അതിന്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ essential amino acids. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഐസോലൂസിൻ, then leucine, then lysine, next methionine, next phenylalanine, next one threonine, next one tryptophan, next one valine. എന്നിട്ട് പറയാം, ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. എക്സാമ്പിൾസ് ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫീനൈൽഅലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. Example: arginine, second one histidine, then മൂന്നാമത്തെ classification non-essential amino acids. Examples: alanine, aspargine, aspartic acid, cysteine, glutamic acid, glycine, proline and serine. എന്നിട്ട് പറയാം, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. എക്സാമ്പിൾസ് അലാനിൻ, ആസ്പെർജിൻ, aspartic acid, cysteine, glutamic acid, glycine, proline and serine. ഇത്രയാണ് അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ്. ഇതിൽ ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റത്തത് നോൺ പോളാർ അമിനോ ആസിഡ്സ്. അതിന് എക്സാമ്പിൾസ് ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ ആൻഡ് മെത്തിയോണിൻ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പോളാർ ആണ്. അതിന് എക്സാമ്പിൾസ് സെറിൻ, ത്രിയോണിൻ, സിസ്റ്റൈൻ, പ്രോലിൻ, അസ്പർജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ദെൻ തേർഡ് വൺ അരോമാറ്റിക് ആണ്. അതിന് എക്സാമ്പിൾസ് ഫീനൈൽ അലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ദെൻ ഫോർത്ത് വൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ലൈസിൻ, അർഗിനിൻ, ഹിസ്റ്റിഡിൻ. ദെൻ ഫിഫ്ത്ത് വൺ നെഗറ്റീവ്ലി ചാർജ്ഡ്. അതിന് എക്സാമ്പിൾസ് aspartic acid, glutamic acid. Then B classification based on nutritional requirements ആണ്. അതിന് മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. essential amino acids, semi essential amino acids and non essential amino acids. essential amino acids ൽ ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫീനൈൽഅലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. Then രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെമി essential amino acids ആണ്. അതിന് എക്സാമ്പിൾസ് അർഗിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. Then മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് അലാനിൻ, ആസ്പെർജിൻ, aspartic acid, cysteine, glutamic acid, glycine, proline and serine. ഇത്രയാണ് അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. Is it clear? Clear ആയോ? Okay. Next heading കൊടുക്കുക, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസസ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, പ്രോട്ടീൻ ഡെഫിഷ്യൻസി
diseases. Okay, ഒന്നാമത്തെ കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നത്. നമ്പർ 1 ഹൈപ്പോപ്രോട്ടീനീമിയ. ഹൈപ്പോപ്രോട്ടീനീമിയ ഒന്നാമത്തെ കണ്ടീഷൻ ഹൈപ്പോപ്രോട്ടീനീമിയ. Okay, അതിന്റെ ഡെഫിനിഷൻ നോക്കാം. Hypoproteinemia is a condition in which a person has very low levels of protein in the blood. Okay, അതായത് ഹൈപ്പോപ്രോട്ടീനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ആണ്. അതായത് പേഴ്സൺസിന്റെ ബ്ലഡിലെ പ്രോട്ടീൻ ലെവൽസ് കുറയുന്നതിനെയാണ് ഹൈപ്പോപ്രോട്ടീനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്ലഡിലെ പ്രോട്ടീൻസിന്റെ അളവ് കുറയുന്നതിനെയാണ് വെരി ലോ ലെവൽ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീന്റെ അളവ് വളരെ കുറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഹൈപ്പോപ്രോട്ടീനീമിയ. എന്നിട്ട് പറയാം ഡെഫിനിഷൻ. ഹൈപ്പോപ്രോട്ടീനീമിയ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് എ വെരി ലോ ലെവൽസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദി ബ്ലഡ്. ഓക്കെ, അതായത് ബ്ലഡിൽ പ്രോട്ടീന്റെ അളവ് കുറയുന്നതിനെയാണ് ഹൈപ്പോപ്രോട്ടീനീമിയ എന്ന് പറയുന്നത്. Is it clear? Okay, then symptoms. അടുത്ത ഹെഡിങ് കൊടുക്കുക, സബ് ഹെഡിങ് സിംപ്റ്റംസ്. Again that first one fatigue and weakness means ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും. Then second one mood changes and irritability. Mood changes and irritability. Then third one brittle nails and dry skin. Brittle nails and dry skin. അതായത് നഖത്തിൽ പൊട്ടൽ വീഴും, അതുപോലെ തന്നെ സ്കിൻ എല്ലാം ഡ്രൈ ആകും. ഓക്കെ, ബ്രിട്ടിൽ നൈൽസ് ആൻഡ് ഡ്രൈ സ്കിൻ. ദ നെക്സ്റ്റ് വൺ തിന്നിങ് ആൻഡ് ബ്രേക്കിംഗ് ഹെയർ. തിന്നിങ് ആൻഡ് ബ്രേക്കിംഗ് ഹെയർ. ഹെയർ തിന്നാകും, കട്ടി കുറയും, അതുപോലെ തന്നെ ബ്രേക്ക് ആവുകയും ചെയ്യും. തിന്നിങ് ആൻഡ് ബ്രേക്കിംഗ് ഹെയർ. നെക്സ്റ്റ് വൺ സ്വെല്ലിംഗ് ഇൻ ദ ലെഗ്സ്, ഫേസ്. അതായത് കാലിലും മുഖത്തൊക്കെ നീര് വരും, സ്വെല്ലാകും. ഓക്കെ, സ്വെല്ലിംഗ് ഇൻ ദ ലെഗ്സ്, ഫേസ്. എത്രയാണ് സിംറ്റംസ് ഒന്നുകൂടി പറയാം. സിംറ്റംസ് ഫസ്റ്റ് വൺ ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്. സെക്കൻഡ് വൺ മൂഡ് ചേഞ്ചസ് ആൻഡ് ഇറിറ്റബിലിറ്റി. തേർഡ് വൺ ബ്രിറ്റിൽ നെയിൽസ് ആൻഡ് ഡ്രൈ സ്കിൻ. നെക്സ്റ്റ് വൺ thinning and breaking hair. Next one swelling in the legs, face. Is it clear? Okay, next causes. At the subheading causes. Okay, in that first one liver damage. Next one kidney damage. Next one surgery. Next one defects in intestine. Next one low protein diet. Next one celiac disease. Last one Crohn's disease. Okay, causes first one liver damage. ലിവറിന് ഡാമേജ് ഉണ്ടെങ്കിൽ അതൊരു കാരണമാകാം ഹൈപ്പോപ്രോട്ടീനിയമിക്ക്. ദെൻ കിഡ്നി ഡാമേജ്, ദെൻ സർജറി. സർജറിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഹൈപ്പോപ്രോട്ടീനിയമ വരാം. ദെൻ ഡിഫക്ട്സ് ഇൻ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ഡിഫക്ട്സ്, എന്തെങ്കിലും വ്യതിയാനം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോപ്രോട്ടീനിയമ വരാം. ദെൻ ലോ പ്രോട്ടീൻ ഡയറ്റ്. ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത്. ദെൻ സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. എന്നിട്ട് ഡിഫിക്കൽട്ടി ഇൻ ഡൈജസ്റ്റിംഗ് ഫുഡ്, അതായത് ഫുഡിന്റെ ദഹനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് സീലിയാക് ഡിസീസ്. അത് ദഹനത്തിലാണ് വേരിയേഷൻ ഉണ്ടാക്കുക. ഓക്കെ, ഫുഡിന്റെ ഡൈജഷനിലാണ് വേരിയേഷൻ ഉണ്ടാക്കുക. ദെൻ ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ലൈനിങ്സിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഓക്കെ, ഒരു ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് ക്രോൺസ് ഡിസീസ്. ഇത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ അല്ലെങ്കിൽ GIT-ന്റെ ലൈനിങ്ങിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, എന്നോട് പറയാം കോസസ്: ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, സർജറി, ഡിഫക്ട്സ് ഇൻ ഇൻറ്റസ്റ്റൈൻ, ദെൻ ലോ പ്രോട്ടീൻ ഡയറ്റ്,
then celiac disease and Crohn's disease. Is it clear? Okay. Next, diagnosis. ഡയഗ്നോസിസിൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ഡയഗ്നോസിസ്. അതായത് പ്രോട്ടീൻ ആൽബുമിൻ ഒക്കെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് നടത്തുക. ഡയഗ്നോസിസിൽ ബ്ലഡ് ടെസ്റ്റ് എന്ന് എഴുതാം. Then next treatment. Okay, that treatment. First one, high protein diet. Dietൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. High protein diet. Then second one, antibiotic or anti-parasitic drugs to treat infections. Okay, അതായത് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിപാരസൈറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കും ഇൻഫെക്ഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then second one, vitamin and mineral supplements to treat any other nutrition deficiencies. Vitamin and mineral supplements to treat any other nutrient deficiencies. അതായത് വിറ്റാമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then steroids. Next one, steroids കൊടുക്കും. Next one, medications or surgery to treat liver damage. Medications or surgery to treat liver damage. Okay, liver damage നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സർജറി ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഡയാലിസിസ് ഓർ എ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ടു ട്രീറ്റ് കിഡ്നി ഡിസീസ്. ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ഒന്നെങ്കിൽ ഡയാലിസിസ് ചെയ്യുക. ഡയാലിസിസ് എന്ന ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തും, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അങ്ങനെ കിഡ്നി ഡിസീസിനെ ട്രീറ്റ് ചെയ്യും, മീൻസ് കിഡ്നി ഡാമേജിനെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് വൺ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സെക്കൻഡ് വൺ, ആന്റിബയോട്ടിക് ഓർ ആന്റിപാരസൈറ്റിക് ഡ്രഗ്സ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് വൺ, വിറ്റാമിൻ ആൻഡ് മിനറൽ സപ്ലിമെന്റ്സ് ടു ട്രീറ്റ് എനി അതർ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസീസ്. നെക്സ്റ്റ് വൺ, steroids. Next one, medications or surgery to treat liver damage. Next one, dialysis or kidney transplant to treat kidney disease. ഇത്രയാണ് ഹൈപ്പോപ്രോട്ടീനീമിയ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഷെമിന, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഓക്കെ, അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഡയറ്റിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് എടുക്കുക, കഴിക്കുക. ക്ലിയർ? ഹൈ പ്രോട്ടീൻ ഡയറ്റ്. മാനേജ്മെന്റ് ആണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ്. അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. ഒന്നുകൂടി പറയാം. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഹൈപ്പോപ്രോട്ടീനിമിയ ആണ്. ഡെഫിനിഷൻ, ഹൈപ്പോപ്രോട്ടീനിയമി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് വെരി ലോ ലെവൽസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ്. അതായത് ബ്ലഡിൽ പ്രോട്ടീന്റെ അളവ് കുറയുന്നതിനെയാണ് ഹൈപ്പോപ്രോട്ടീനിമിയ എന്ന് പറയുന്നത്. സിംറ്റംസ്, ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്, മൂഡ് ചേഞ്ചസ് ആൻഡ് ഇറിറ്റബിലിറ്റി, ബ്രിട്ടിൽ നൈസ് ആൻഡ് ഡ്രൈ സ്കിൻ. ബ്രിട്ടിൽ നൈസ് എന്നാൽ നഖം പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ എല്ലാം ഡ്രൈ ആകുക. ദെൻ തിന്നിങ് ആൻഡ് ബ്രേക്കിംഗ് ഹെയർ, അതായത് ഹെയർ കട്ടി കുറയുകയും അതുപോലെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും, ബ്രേക്ക് ആവുകയും ചെയ്യും. ദെൻ സ്വെല്ലിംഗ് ഇൻ ദ ലെഗ്സ് ആൻഡ് ഫേസ്, അതായത് കാലിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ നീര് വെക്കുക. ദെൻ കോസസ്, ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, സർജറി, ഡിഫക്ട്സ് ഇൻ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലോ പ്രോട്ടീൻ ഡയറ്റ് മീൻസ് പ്രോട്ടീൻ കുറഞ്ഞ ഫുഡ് കഴിക്കുന്ന ഒരു കാരണമാകാം. ദെൻ സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് ഡൈജഷനെയാണ് ബാധിക്കുക. ദെൻ ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ലൈനിങ്ങിനെയാണ് ബാധിക്കുന്നത്. ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ദെൻ ഡയഗ്നോസിസ് ബ്ലഡ് ടെസ്റ്റ് ആണ്. ദെൻ ട്രീറ്റ്മെന്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ആന്റിബയോട്ടിക് ഓർ ആന്റിപാരസൈറ്റിക് ഡ്രഗ്സ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ്. Then vitamin and mineral supplements to treat any other nutrient deficiencies. Then steroids. Then medications or surgery to treat liver damage. Next one, dialysis or kidney transplant to treat kidney disease. ഇതാണ് hypoproteinemia. Is it clear? Clear ആയോ? Okay.
എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത കണ്ടീഷനോട്ട് പോകാം. നിഷാന, ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സിലെ എ ക്ലാസിഫിക്കേഷൻ പറ. മെത്തിയോണിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, ട്രിപ്റ്റോഫാൻ, aspartic acid, okay, സെല്ലിയ, okay, B classification പറ. Aspartic acid, okay. റിസാന, okay, എന്താണ് ഹൈപ്പോപ്രോട്ടീനിമിയ? Okay. ഷിഹാന, what are the symptoms? Okay. ഷംന, what are the causes പറ. എന്താണ് celiac disease, Crohn's disease ഒക്കെ? Okay, Crohn's disease, okay. Diagnosis, okay. ഷെമീന, what are the treatment? ഉം. 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 Okay. എനിക്ക് അടുത്ത കണ്ടീഷനോട്ട് പോകാം. രണ്ടാമത്തെ കണ്ടീഷൻ കാഷ്യോർക്കർ. അടുത്ത ഹെഡിങ് കൊടുക്കുക, കാഷ്യോർക്കർ. അടുത്ത കണ്ടീഷൻ കാഷ്യോർക്കർ. Okay, in that definition, it is a form of malnutrition caused by a lack of protein in the diet. Okay, അതായത് ഇത് മാൽന്യൂട്രീഷന്റെ ഒരു ഫോം ആണ്. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞെങ്കിൽ ന്യൂട്രീഷന്റെ കുറവ്. Okay, ന്യൂട്രീഷൻ കുറവുണ്ട ഒരു കണ്ടീഷനാണ് caused by a lack of protein in the diet. കാരണമാവുന്നത് എന്താണ്? ഡയറ്റ്
ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുന്ന അല്ലെങ്കിൽ നഷ്ടമാകുന്നതിനെയാണ് ക്യാഷ് വർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് മാൽന്യൂട്രീഷൻ കോസ്ഡ് ബൈ എ ലാക്ക് ഓഫ് പ്രോട്ടീൻ ഇൻ ദി ഡയറ്റ്. അതായത് മാൽന്യൂട്രീഷന്റെ ഒരു ഫോമാണ്. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷകക്കുറവ്. പോഷകക്കുറവ് എന്ന് പറഞ്ഞാൽ പോഷകക്കുറവിന്റെ ഒരു ഫോമാണ് ഈ ക്യാഷ് വർക്കർ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ലാക്ക് ഓഫ് പ്രോട്ടീൻ ഇൻ ദി ഡയറ്റ്. ഡയറ്റിൽ പ്രോട്ടീന്റെ അളവ് കുറയുന്ന അല്ലെങ്കിൽ നഷ്ടമാകുന്നതിനെയാണ് ക്യാഷ് വർക്കർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് കോസസ് എന്ന് കൊടുക്കാം. അടുത്ത സബ് ഹെഡിങ് കോസസ്. In that the main cause of cash worker is causes. The main causes of cash worker is not eating enough protein or other essential vitamins and minerals. അതായത് ഇതിന്റെ കാരണം, ക്യാഷ് വർക്കറിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തത്, അല്ലെങ്കിൽ വിറ്റാമിൻസ് അതുപോലെ തന്നെ മിനറൽസ്, എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ഒന്നും കഴിക്കാത്തത് മൂലമാണ് ഈ ക്യാഷ് വർക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. അതായത് ഫുഡിൽ പ്രോട്ടീന് അടങ്ങിയ ഫുഡ് കഴിക്കാത്തത്, അതുപോലെ തന്നെ ഡയറ്റിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാത്തതും, അതുപോലെ തന്നെ വിറ്റാമിൻ എസെൻഷ്യൽസ് ആയിട്ടുള്ള വിറ്റാമിൻസോ മിനറൽസോ ഒന്നും ഉൾപ്പെടുത്താതെ വരുമ്പോഴാണ് ഈ ക്യാഷ് വർക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. Then symptoms. അടുത്തത് symptoms. Cause clear ആയോ? The main cause of cash worker is not eating enough protein or other essential vitamins and minerals. Is it clear? Cause clear ആയോ? Okay, next symptoms. Symptoms in that first one fatigue. Next one loss of appetite. Next one diarrhea. Next one unintentional weight loss. Unintentional weight loss. Next one skin rashes. Next one hair loss. Next one swollen stomach. Swollen stomach. Next one irritability. അതായത് ലക്ഷണങ്ങൾ ഫാറ്റിക്, ക്ഷീണം ഉണ്ടാകും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് വിശപ്പില്ലായ്മ ഉണ്ടാകും, ദെൻ ഡയറി ഉണ്ടാകും, ദെൻ അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് മീൻസ് കണ്ടുപിടിക്കപ്പെടാത്ത രീതിയിലുള്ള വെയിറ്റ് ലോസ്, ഭാരം കുറവ് ഉണ്ടാകും, ദെൻ സ്കിൻ റാഷസ് ഉണ്ടാകും, ദെൻ ഹെയർ ലോസ്, ദെൻ സ്വെല്ലൻ സ്റ്റമക്ക് നീരൊഴുക്കുക മീൻസ് വിയർക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദെൻ ഇറിറ്റബിലിറ്റി. ലക്ഷണങ്ങൾ ക്ലിയർ ആയോ? Okay, next diagnosis. Blood test. Second one urine test. Next one physical examination. Physical examination. Okay, diagnosis blood test ഉണ്ടാകും, urine test ഉണ്ടാകും, physical examination. Physical examination എന്നുണ്ടെങ്കിൽ weight checking, height checking, BMI, body mass index checking അതല്ല. Okay, അതാണ് physical examination. Is it clear? Okay, next management. Okay, in that first one oral rehydration therapy. Oral rehydration therapy. Second one high protein diet. Next one vitamin and mineral supplementation. Nadu parayam management. Shihana? Diagnosis. Okay, management. First one oral rehydration therapy. Second one high protein diet. Third one vitamin and mineral supplementation. അതായത് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതായത് ഫുഡിൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കണ്ടൻസ് ഉപയോഗിക്കുക യൂസ് ചെയ്യുന്ന വഴി. ദെൻ വിറ്റാമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെന്റേഷൻ. വിറ്റാമിൻസ് അതുപോലെ തന്നെ മിനറൽസ് ഒക്കെ അതിൻ്റെ എല്ലാം സപ്ലിമെന്റേഷൻസ് യൂസ് ചെയ്യുന്നത് വഴിയും മാനേജ് ചെയ്യാൻ സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ?
ഓക്കെ, ഇത്രയാണ് ക്വാഷ് വർക്കർ. അടുത്ത കണ്ടീഷൻ നാളെ എടുക്കാം. എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.